വെറും ഒരു എ സി വർക്കിന് വേണ്ടി ഡീലർഷിപ്പിൽ നിന്ന് കിട്ടിയ എസ്റ്റിമേറ്റ് 3.25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഞാൻ ഒരിക്കലും ഡീലർഷിപ്പുകാരെ കുറ്റം പറയല്ല കേട്ടോ. ഇതൊരു 2010 മോഡല് മെഴ്സിഡീസ് ബെൻസിന്റെ E250 ആണ്. നല്ല പ്രോപ്പറായിട്ട് കമ്പനി സർവീസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. പക്ഷെ ഈ പ്രാവശ്യം മാത്രം എസ്റ്റിമേറ്റ് കിട്ടിയപ്പോഴത്തേക്ക് രണ്ടാമതൊന്ന് റീതിങ്ക് ചെയ്യേണ്ട വന്ന കസ്റ്റമർക്ക്. അങ്ങനെയാണ് ജർമ്മൻ ടെക്കിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? കാരണം വെച്ചാൽ വലിയ മെയിൻ്റനൻസുകൾ വരുമ്പോഴത്തേക്ക് ആൾക്കാർ കോമൺ സെൻസ് ഉള്ളവരല്ലേ വണ്ടി ഉപയോഗിക്കുന്നവരെ, അവർ റീസെയിൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പം ഒന്ന് ചിന്തിക്കും, ഇത്രയും രൂപ മാത്രം വിറ്റാ കിട്ടുന്ന ഒരു വണ്ടിക്ക് ഇത്രയും രൂപ മുടക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കറങ്ങി തിരി ജർമ്മൻ ടെക്കിലെത്തി. നമുക്ക് എസ്റ്റിമേറ്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ഫെയിലിയർ ആയിപ്പോയി, കംപ്രസറ്, കണ്ടൻസർ, അതുപോലെ തന്നെ കുറെ ലൈനുകൾ, പിന്നെയുള്ളത് എക്സ്പാൻഷൻ വാൽവ്, ഇതൊക്കെ ഫെയിലിയർ ആയിപ്പോയി, ഇതൊക്കെ കംപ്ലൈന്റ് ആയിപ്പോയി. പാർട്സിന്റെ വില ഞാൻ ഏകദേശം പറഞ്ഞുതരാം. എ സി കംപ്രസറിന് 1,55,000 വില വരുന്നുണ്ട്, കണ്ടൻസറിന് 95,000 വില വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രയറിന് 14,000 വില വരുന്നുണ്ട്. പിന്നെ കുറെ ലൈനുകൾ, ഇതെല്ലാം കൂടെ കൂട്ടി GSTയും ബാക്കി ലേബർ ചാർജും ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്രയും രൂപ 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എസ്റ്റിമേറ്റ് വരും. അതാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് വേ എന്ന് പറയുന്നത്. കാരണം ആ പാർട്ട് മാറിക്കഴിഞ്ഞാൽ 2 വർഷം വാറണ്ടി കിട്ടും, സ്ട്രെസ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. കസ്റ്റമർക്ക് എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 10-12 ലക്ഷം രൂപ കിട്ടുള്ളൂ. ആരെങ്കിലും 3 ലക്ഷം രൂപ എടുത്ത് വണ്ടി പണിയിക്കുമോ? സോ അപ്പോഴാണ് ഞങ്ങളെ പോലുള്ള നല്ല സർവീസ് സെന്റേഴ്സിന്റെ കസ്റ്റമർ അപ്രോച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്. നമുക്കിത് നിസ്സാരം 3-1 വില പോലും വരുന്നില്ല. ഇനി കംപ്രസറിന്റെ വില വേണേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ കംപ്രസർ നമ്മൾ ഈ സെയിം കമ്പനിയുടെ കംപ്രസർ 50% വില താഴെ, അതായത് ഏകദേശം ഒരു 35-40% വിലയ്ക്ക് നമുക്ക് ഈ വർക്കുകൾ തീർക്കാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ 20% കോസ്റ്റിന് തേർഡ് ക്വാളിറ്റി സാധനങ്ങൾ എന്ന് പറയാം. ഞാനൊരു നടക്കാൻ പോകുന്നൊരു കാര്യം പറയട്ടെ. അന്നേരം ഇൻബോക്സിൽ വന്നിട്ട് കുറെ ആൾക്കാർ കമന്റ് ചെയ്യും, ദുബായിൽ 10% വിലക്ക് കിട്ടും, 5% വിലക്ക് കിട്ടുന്നത്. അങ്ങനെ പറയുന്നവരോട് ഞാനൊരു റിക്വസ്റ്റ് ആണ്, വേറൊന്നും തോന്നരുത്, അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ അധിക പ്രസംഗമായിട്ടോ നിങ്ങൾ തോന്നരുത്. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 90% ഈ വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന, സെക്കൻഡ് ഹാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ല പുതിയതായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വണ്ടി വാങ്ങാനിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ കൺഫ്യൂസ് ചെയ്യിക്കരുത്. കാരണം നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കമന്റ്സ് ഇടുമ്പോഴത്തേക്ക് അവർ കൺഫ്യൂസ്ഡ് ആകുക ചെയ്യുന്നത്. ഈ ദുബായിലെ കാര്യങ്ങൾ, ദുബായ് വില കുറച്ച് കിട്ടും പാർട്സ് എന്ന് പറയും. ഞാൻ ദുബായിലെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏതായാലും ഞങ്ങളുടെ അത്ര എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല, ഞാൻ ചലഞ്ച് ചെയ്യാം. കാരണം ഞങ്ങൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, ഞങ്ങൾ ദുബായിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ദുബായിൽ നിന്ന് പാർട്സ് കൊണ്ടിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് അവിടെയും കിട്ടും വില കുറച്ച്. പക്ഷെ ജെനുവിൻ പാർട്സുകൾ ഡീലർഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 70%-75% കോസ്റ്റിനെ കിട്ടുള്ളൂ. വല്ല ബ്രേക്ക് പാഡ് നേരിട്ട് കൈ കൊണ്ടുവരാൻ പറ്റും. വലിയ വാല്യൂ ഉള്ള പാർട്സുകൾ നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് കൊണ്ടുവരാൻ പറ്റത്തില്ല, അല്ലെ പിന്നെ കൊറിയർ അയക്കേണ്ടി വരും. 2, ഇവിടുന്ന് പാർട്സ് മേടിച്ച ജെനുവിൻ പാർട്സിന് 2 ഇയർ വാറണ്ടി ഉണ്ട്. അവിടുന്ന് കൗണ്ടർ സെയിലിന് ആ വാറണ്ടി കിട്ടത്തില്ല. പിന്നെ എവിടെയാണ് ലാഭം? ചില കസ്റ്റമേഴ്സ് 30%-40% വിലയ്ക്ക് OEM കവറിനകത്ത് ബ്രേക്ക് പാഡുകൾ കൊണ്ടുവരാറുണ്ട്. ഞാൻ എടുത്തു പറഞ്ഞുതരാം. ആ ഒറിജിനൽ ബ്രേക്ക് പാഡ് മേടിക്കാൻ നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും. ഇത് കോപ്പിയാണ് ഒറിജിനൽ പാർട്സിന്റെ. സോ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് ഞങ്ങൾ വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ, അല്ലാത്ത കണ്ടന്റുകൾ ഞങ്ങൾ ഇടാറില്ല. കാരണം അത് വ്യൂവേഴ്സിന് ഇത് ആവശ്യമുള്ളതാണ്. ഞങ്ങൾക്ക് അവർ ചോദിക്കുന്നതനുസരിച്ച് ഞങ്ങൾ വീഡിയോ ഇടും. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.